നമ്മളുടെ വാഹനത്തിൻ്റെ പ്രത്യേകിച്ചും കാറുകളുടെ ടയർ പഞ്ചറായാൽ, ഇപ്പം നമ്മുടെ വാഹനം പഞ്ചറായില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിക്കുകയാണ്. അപ്പം നമ്മുടെ ഡിക്കിയിൽ ഇതുപോലെ ഒരു സ്പെയർ ടയർ കാണും. അതേപോലെ ഒരു ജാക്കി ഇവിടെ തന്നെ ഉറപ്പിച്ച് വെച്ചിരിക്കും. അപ്പോൾ ആ സ്പെയർ വീല് നമ്മൾ ഇങ്ങനെയാണ് ഡിക്കിയിൽ നിന്നും ഊരുന്നത്. അഴിക്കുക, അതിവിടെ വയ്ക്കുക. സ്പെയർ വീല് നമ്മൾ ഇതേപോലെ എടുത്ത് ഇവിടെ വയ്ക്കുന്നു. ജാക്കി നമ്മൾ ഇതേപോലെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരിക്കും. ഇതേപോലെ ഇടതുവശത്തേക്ക് കൈക്ക് തന്നെ തിരിച്ച് നമുക്ക് ഇങ്ങനെ എടുക്കാം. നമ്മൾ ടയർ മാറുന്ന സമയത്ത് ഈ സ്പെയർ വീൽ ഒരു പക്ഷേ നിങ്ങളുടെ ജാക്കി വയ്ക്കുന്നത് സ്ലിപ്പായി പോയാൽ ഈ ടയറിലേക്ക് വന്ന് ബോഡി നിന്നുകൊള്ളും. അതിനുവേണ്ടി ബോഡിയുടെ അടിഭാഗത്തേക്ക് വെച്ചതിന് ശേഷം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ പുറകിലെ ടയറാണ് മാറ്റേണ്ടതെങ്കിൽ ഇതുപോലെ മുന്നിലത്തെ ടയറിന് രണ്ട് ഭാഗത്തും ഈ രീതിയിൽ ചെറിയ ഒരു കല്ല് സംഘടിപ്പിച്ച് വയ്ക്കണം. വെച്ചതിന് ശേഷം ഇപ്പോൾ ഡിക്കിയിൽ നമുക്ക് ഇതുപോലെ ജാക്കി ഉയർത്തുന്ന ലിവറെ, വീലിളക്കാനുള്ള സ്പാനറെ, നമ്മൾ വീല് ഇളക്കുന്ന സമയത്ത് ഒരു പക്ഷേ ആ നട്ടുകൾക്ക് അല്പം ടൈറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റീൽ റാഡ് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ടയർ കടയിൽ നിന്നും വലിയ ടൈറ്റിലാണ് ഈ നട്ടുകൾ മുറുക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് ഊരിയെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും, ടൈറ്റായിരിക്കും. അപ്പോൾ ഈ ലിവർ കൂടി ഇതിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ടാൽ നിങ്ങൾക്ക് നല്ല ലിവറേജ് കിട്ടും, വേഗം ഊരാൻ പറ്റും. ജാക്കി നമ്മൾ വെക്കേണ്ടത് ഇതാ ഇങ്ങനെ ഈ ഭാഗത്തേക്ക്, ബോഡിയുടെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ആ ഭാഗത്തേക്ക് ജാക്കി നമ്മൾ ഉയർത്തി വയ്ക്കണം. കൈക്കിങ്ങനെ നമ്മൾ കൈകൊണ്ട് തിരിച്ചു കൊടുത്താൽ മതി, ജാക്കി ഉയർന്നു വന്നോളും. ബോഡി നിര പോലെ വീലിൻ്റെ നട്ട് ലൂസാക്കിയതിന് ശേഷമേ ജാക്കി നമ്മൾ ഉയർത്താവൂ, ഇല്ലെങ്കിൽ നമ്മുടെ ടയർ ഇളക്കി എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. ആവശ്യത്തിന് ഉയർന്നിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന ഈ വെട്ട് ഈ ഭാഗത്തേക്ക് കയറ്റി വയ്ക്കണം, അല്ലെങ്കിൽ സ്ലിപ്പായി പോകും. ഇതാണ് നോക്കണം, ഈ രീതിയിൽ വയ്ക്കണം. അപ്പോൾ ബോഡിയിലിങ്ങനെ പിടിച്ചിരിക്കും, ജാക്കി സ്ലിപ്പായി പോകത്തില്ല. അപ്പോൾ കൈക്ക് നമ്മൾ ആവശ്യത്തിന് ഉയർത്തി. ഇനി നമ്മൾ ഈ ലിവർ എടുക്കണം. ഇതിലേക്കാണ് ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് വളരെ പ്രയാസം കുറഞ്ഞ രീതിയിൽ നമുക്ക് നട്ട് ലൂസാക്കാൻ പറ്റും. ഈ ലിവർ ഉള്ളത് കൊണ്ടാണ് അത് വേഗം ഇളക്കാൻ പറ്റുന്നത്. ഒന്ന് ലൂസാക്കി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ജാക്കി ലിവർ എടുക്കണം. ജാക്കി ലിവർ എടുത്ത് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ബോഡി ഉയർത്തണം. അപ്പോൾ ആ ടയർ ഉയരുന്നതായി കാണാം. തറയിൽ നിന്നും ടയർ ഉയർന്നു വരുന്നുണ്ട്. വാഹനം മുന്നോട്ടും പുറമോട്ടും ഒന്നും നീങ്ങി പോകാതിരിക്കാനാണ് നമ്മൾ മുന്നിലെ ടയറുകളിലും
കല്ലുകൾ കൊണ്ട് വെച്ചതും ഹാൻഡ് ബ്രേക്ക് ഇട്ടതിന് ശേഷമേ ഇത്തരത്തിൽ ടയറുകൾ മാറ്റാവൂ. ഇപ്പം ടയർ ആവശ്യത്തിന് ഉയർന്നിട്ടുണ്ട്, നമുക്കിനി ഇളക്കിയെടുക്കാം. സ്പാനർ മാത്രം ഉപയോഗിച്ച് ഇങ്ങനെ ഇളക്കാം. ഇടതുവശത്തേക്കാണ് ഇങ്ങനെ ഇളക്കേണ്ടത്. ഇങ്ങനെ ഇളക്കാം. ഇനി നമ്മളിങ്ങനെ ടയറിലൊന്ന് തള്ളിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൈക്ക് ഇളക്കാം. നട്ടുകൾ ഇളക്കുമ്പോൾ തിരിച്ചിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഭാഗം അകത്ത് വാക്കിലേക്ക് ഇടരുത്. ഈ ഭാഗം വേണം ഇങ്ങനെ നമ്മൾ തിരിച്ചിടുമ്പോൾ ഇടാൻ. നട്ടുകളിൽ മണ്ണ് പറ്റാതിരിക്കാൻ വേണ്ടി സേഫായിട്ടൊരു സ്ഥലത്ത് നമ്മൾ വയ്ക്കണം. കൈക്ക് ഇളക്കാൻ പറ്റും. ഇപ്പം നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഒറ്റയ്ക്ക് നമ്മൾ പോകുമ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ വാഹനത്തിൻ്റെ ടയർ പഞ്ചറായി പോയാൽ ഈ രീതിയിൽ നമ്മൾ ഇളക്കണം. കയ്യിലൊക്കെ അല്പം അഴുക്കൊക്കെ പറ്റും, അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട, സ്വന്തമായി നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ടയർ വെളിയിലേക്ക് എടുക്കാം, വെളിയിലേക്ക് എടുത്ത് മാറ്റാം. ഇനി നമ്മൾ ടയർ ഇടുന്ന നേരം ഇങ്ങനെ നമ്മൾ ഒരിക്കലും പിടിക്കരുത്. കാരണം ജാക്കി സ്ലിപ്പാവുകയെങ്ങാനും ചെയ്താൽ നമ്മുടെ കൈകൾ അടിയിലായി പോകും. അതുകൊണ്ട് ഇങ്ങനെ പിടിക്കാവും. ഇങ്ങനെ 9 മണി 3 മണി രീതിയിലെ കൈകൾ വയ്ക്കാം. ഇതാണ് ഇങ്ങനെ കയറ്റിയിട്ട് കൈ അടിയിൽ പിടിച്ചാൽ ജാക്കി സ്ലിപ്പായ നമ്മുടെ 4 8 വിരലുകളും മുറിഞ്ഞു പോകും. ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ പിന്നെ അത് എടുക്കാൻ പറ്റാതെ വരും, നമുക്ക് വലിച്ചൂരി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കൈകൾ എപ്പോഴും ഇങ്ങനെ ഈ ഭാഗത്ത് വെച്ച് വേണം എടുത്തിടാൻ. ടയർ നമ്മൾ തിരിച്ചിടുമ്പോൾ നട്ടുകൾ ശ്രദ്ധിച്ച് വേണം ഇടാൻ. ഈ ഭാഗം അകത്ത് പോകണം. അതുപോലെ തന്നെ കൈക്ക് എത്രത്തോളം നമുക്ക് തള്ളി തിരിച്ചകത്ത് കയറ്റാമോ അത്രയും ഭാഗം അകത്ത് കയറ്റണം. അപ്പോൾ ഇതിട്ടാൽ പിന്നെ ഇത് വേണം ഇടാൻ. എതിർ സൈഡിന് വേണം അടുത്ത നട്ടുകൾ ഇടാൻ. നമ്മൾ ടയർ മുറുക്കുമ്പോഴും അങ്ങനെ തന്നെ വേണം ചെയ്യാൻ. അപ്പോൾ ഈ നട്ടിട്ടാൽ ഇനി അടുത്ത ഇവിടെ ഇടണം. കൈക്ക് ഫ്രീ ആയി കയറി പോകുന്ന രീതിയിൽ നമ്മൾ നട്ട് തിരിച്ചില്ല എന്നുണ്ടെങ്കിൽ ബോൾട്ടിൻ്റെ പിരിയും നട്ടിൻ്റെ പിരിയും പോകും, പിന്നീട് അത് വലിയ പണിയാവും. അപ്പോൾ കയറി പോകുന്നില്ലെങ്കിൽ ഇങ്ങനെ നനക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ ആദ്യം ഇത് നോക്കാം, അടുത്ത ഇത് നോക്കാം. വലതുവശത്തേക്കാണ് ടയർ എപ്പോഴും നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത്. ഇത് ടൈറ്റ് ചെയ്താൽ പിന്നെ ഇത് ടൈറ്റ് ചെയ്യണം. എതിർ സൈഡിലെ നട്ട് വേണം ടൈറ്റ് ചെയ്യാൻ. ഞാൻ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. കൈക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് എത്രത്തോളം മുറുക്കി കയറ്റാമോ അത്രത്തോളം മുറുക്കി കയറ്റണം. ധൈര്യമായി നമുക്ക് ഈ ടയർ ഇട്ടുകൊണ്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും, ഊരിപ്പോയൊന്നുമില്ല. ഇനി നമ്മൾ ജാക്കി താത്ത് വയ്ക്കണം. ടയർ താഴേക്ക് പോകുന്നുണ്ട്. ഫുള്ള് ജാക്കി താത്തതിന് ശേഷം ഇനി നമ്മൾ ആ ലിവർ എടുത്ത് വെച്ചു ജാക്കി ഇങ്ങനെ കൈക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. പഴയ പടിയാക്കാം. എന്നിട്ട് അതെടുത്ത് ഡിക്കിയിൽ കൊണ്ടുവയ്ക്കാം. ഇനി നമ്മൾ കൈക്ക് മാത്രം ടൈറ്റ് ചെയ്താൽ മതി, നമുക്ക് അല്ലാതെ മെഷീനൊന്നും വേണ്ട. ഇതിനെ ഇങ്ങനെ മുറുക്കി
എതിര് മുറുക്കി അടുത്ത മുറുക്കി മതി. ഈ ലിവർ ഉപയോഗിച്ച് മുറുക്കേണ്ട ആവശ്യമില്ല.